ഹായ് ഹലോ, ഇന്ന് നമ്മുടെ ഷോപ്പിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് ഹാൻഡ് മെയ്ഡ് ക്രാബ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതുപോലെ കമ്മലുകൾ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വെച്ചു. ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ 12 മണിയായി. ഒരുപാട് സമയം വേണം നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ തന്നെ. അന്ന് നിന്ന് കഴിഞ്ഞാൽ സമയം പോകണമെന്ന് അറിയില്ല. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് 200 അതിൻ്റെ ഒരു സെലിബ്രേഷൻ പോലെ ഞങ്ങളൊരു താങ്ക് യു കാർഡ് കട്ട് ചെയ്തു. പിന്നെ രണ്ട് ടോപ്പുകൾ, രണ്ട് ഡ്രസ് കോഡ് പോലത്തെ രണ്ട് ഷോർട്ട് ഡ്രസ്സ് ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഷേപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ആംബോൾ കട്ട് ചെയ്യാനും ഷോൾഡർ കട്ട് ചെയ്യാനും അതുപോലെ നെക്ക് വലുതാക്കാനും ബാക്ക് നെക്ക് വൈഡാക്കാനും അങ്ങനെ ഒരുപാട് പണികളൊന്നും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു വെഡിങ്ങിൻ്റെ ഒരു ചുരിദാർ അടിക്കാൻ കിട്ടി. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെച്ച് നോക്കി. അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുമ്പിൽ കാക്ക വന്നിട്ട് ഞങ്ങൾ രണ്ട് ചോക്കോബാർ തന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പാൻറ്റ് കട്ട് ചെയ്യാൻ നിന്നു. പാൻറ്റ് പലാസോ ഉടനെ ചോദിച്ചാൽ പലാസോ പാൻറ്റ് അല്ല, എന്നാൽ നല്ല ലൂസുള്ളൊരു ടൈപ്പ് പാൻറ്റാണ്. പലാസോൻ്റെ അത്ര വീതി വരുന്നില്ല. അത്യാവശ്യം അതിൻ്റെ അരഭാഗത്ത് കുറച്ചും കൂടെ വീതി കൂടുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പാൻറ്റ് അളവ് വെച്ചിട്ടാണ് കട്ട് ചെയ്യാറാണ് കേട്ടോ. മാറ്റങ്ങളൊക്കെ വരുത്താതെ അതുകൊണ്ടാണ് ചെയ്യാറാണ്. അതിൻ്റെ ഹിപ്പിക്ക് നല്ല വീതി കൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹിപ്പ് റൗണ്ടൊക്കെ കൂട്ടിയിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്തു. കട്ട് ചെയ്ത് വരുമ്പോൾ 2 ഇഞ്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് താഴ്ഭാഗത്തോട്ടല്ല കട്ട് ചെയ്യുക. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മൾ അലാസ്റ്റിക് വെക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ ജോയിൻറ്റ് കൊടുക്കാറ്, ലെങ്ത് തുണി കുറവാണെങ്കിൽ. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി മടക്കി വെച്ച് അത് സ്റ്റിച്ച് ആയിരുന്നു. അത് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തു. പിന്നെ നമുക്ക് 2 പാൻറ്റ് ആൾട്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് UAE നിന്ന് സ്റ്റിച്ച് ചെയ്താണ് അവരെന്ന് പറഞ്ഞു. 10 ദിർഹം കൊടുത്ത് സ്റ്റിച്ച് ചെയ്താണ്. എന്നിട്ട് സിബ് ഒരു ഡെല്ലിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള 2 സിബ് വാങ്ങിച്ച് വെച്ച് കൊടുക്കാൻ പറഞ്ഞു. അതിന് സിബ് ഹസ്ബൻഡ് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവന്നു. സിബൊക്കെ വെച്ചത് റെഡിയാക്കി കൊടുത്തു. അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ.